ഈ വീഡിയോയിൽ പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന നാലാമത്തെ ചാപ്റ്ററിലെ മുഴുവൻ പോർഷനും ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കി ഡീറ്റെയിൽ ആയി നോക്കാൻ പോവുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ക്യാപ്സ്യൂൾ സെഷന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് എന്താണ് പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് നോക്കാം. പ്രകാശം ഒരു വസ്തുവിന്റെ ഉപരിതലത്തിൽ തട്ടി തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറയുന്നത്. ഈ പ്രകാശത്തിന്റെ പ്രതിപതനം വെറുതെ അങ്ങ് നടക്കുകയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് ചില നിയമങ്ങൾ അനുസരിച്ചാണ് നടക്കുന്നത്. ആ നിയമങ്ങളെയാണ് നമ്മൾ പ്രതിപതന നിയമങ്ങൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് പ്രതിപതന നിയമങ്ങൾ എന്ന് നോക്കാം. ഒരു ദർപ്പണത്തിൽ ലൈറ്റ് ബീം അഥവാ പ്രകാശരശ്മി അല്ലെങ്കിൽ പ്രകാശ ബീം വന്ന് പതിക്കുമ്പോൾ അതെങ്ങനെയാണ് പ്രതിപതനം ചെയ്യുന്നത് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ പടത്തിലൂടെ പഠിക്കാൻ നോക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്ത് അതുവഴി പ്രതിപതനത്തിൻ്റെ നിയമങ്ങൾ അഥവാ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്ന് കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കുക, ഒരു ദർപ്പണത്തിന് പ്രതിപതനം ചെയ്യുന്ന ഒരു സൈഡും ഉണ്ടായിരിക്കും, പ്രതിപതനം ചെയ്യാത്ത ഒരു സൈഡും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പടം വരയ്ക്കുമ്പോൾ ദർപ്പണം എന്ന് പറഞ്ഞ് ഒരു വര മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഈ സൈഡാണോ പ്രതിപതനം ചെയ്യുന്നത് അതോ ഈ സൈഡാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രതിപതനം ചെയ്യാത്ത വശം ഏതാണെന്ന് കാണിക്കാൻ ഇങ്ങനെ ഒരു ലൈൻ ഇടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരച്ചാൽ അതിൻ്റെ അർത്ഥം ഈ കാണുന്ന വശം പ്രതിപതനം ചെയ്യുന്ന വശമാണെന്നും ഈ കാണുന്ന താഴ്വശം പ്രതിപതനം ചെയ്യാത്ത വശവും ആണെന്നാണ്. ഇനി ഈ ദർപ്പണത്തിലേക്ക് ഒരു ലൈറ്റ് റേ വന്ന് തട്ടുകയാണെങ്കിൽ അത് പ്രതിപതനം ചെയ്യും. അത് പ്രതിപതനം ചെയ്ത് ഇങ്ങനെ പോകും. ഇതാണ് നമ്മളിവിടെ വരയ്ക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രകാശത്തിന്റെ രശ്മി വന്ന് പതിച്ച ആ ഒരു ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്നത് പതന ബിന്ദു എന്നാണ്. ഇവിടെ നമ്മളത് O എന്ന ലെറ്റർ വെച്ചാണ് കാണിച്ചിരിക്കുന്നത്. ദർപ്പണത്തിൽ വന്ന് പതിച്ച രശ്മിയായ AO എന്ന് പറയുന്ന രശ്മിയെ നമ്മൾ പതനരശ്മി അഥവാ ഇൻസിഡന്റ് റേ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ദർപ്പണത്തിൽ തട്ടി പ്രതിപതനം നടന്ന രശ്മിയായ OB എന്നുള്ള ഈ രശ്മിയെ നമ്മൾ പ്രതിപതന രശ്മി അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിക്കുന്നു. ഒരു കാര്യം കൂടെ, പതന ബിന്ദുവായ Oയിൽ നിന്നും ദർപ്പണത്തിന് ലംബമായിട്ട് അല്ലെങ്കിൽ 90 ഡിഗ്രി വരുന്ന രീതിയിൽ ഒരു ലൈൻ കൂടെ വരയ്ക്കും. അതിനെ ഇവിടെ ON എന്നും പറഞ്ഞ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ലംബമായി വരച്ച ലൈൻ പതനരശ്മിയുമായിട്ടുണ്ടാക്കുന്ന കോണിനെ നമ്മൾ പതന കോണായ I എന്നും അതുപോലെ ഈ ലംബം പ്രതിപതന രശ്മിയുമായിട്ടുണ്ടാക്കുന്ന കോണിനെ പ്രതിപതന കോണായ R എന്നുമാണ് വിളിക്കുന്നത്. പ്രതിപതന നിയമം പറയുന്നത് ഒരു മിനുസമുള്ള പ്രതലത്തിലാണ് ഈ പ്രതിപതനം നടക്കുന്നതെങ്കിൽ അവിടെ പതന കോണായ Iയും പ്രതിപതന കോണായ Rഉം തുല്യമായിരിക്കുമെന്നാണ്. അതായത് ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്ന പടത്തിൽ ഞാൻ പതന കോണായ I 30 ഡിഗ്രിയാണ് വരച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതിപതന കോണായ Rഉം 30 ഡിഗ്രി വരണം എന്നാണ് നമ്മുടെ പ്രതിപതന നിയമം പറയുന്നത്. നമുക്കിതൊരു എക്സ്പെരിമെന്റ് വെച്ച് ചെയ്ത് നോക്കാം. ആദ്യം ഒരു മിനുസമുള്ള പ്രതലം കിട്ടാൻ വേണ്ടി ഒരു കണ്ണാടിയുടെ പീസ് ഇവിടെ വെക്കാനുള്ള പാകത്തിന് മുറിച്ചെടുത്തത് ഞാനിവിടെ റിഫ്ലക്റ്റ് ചെയ്യാൻ താഴെ വെച്ചിട്ടുണ്ട്. 30 ഡിഗ്രി പതനകോൺ വരുന്ന രീതിയിൽ ഒരു ലേസറിന്റെ ലൈറ്റ് ഇങ്ങനെ അടിച്ച് ഇവിടെ വെച്ചിരിക്കുന്ന കണ്ണാടിയിൽ തട്ടിക്കാൻ പോവുകയാണ്. ഈ ലേസർ ബീം കണ്ണാടിയിൽ തട്ടി പ്രതിപതനം ചെയ്യും നമ്മൾ ഉദ്ദേശിച്ച പോലെ 30 ഡിഗ്രി തന്നെ പ്രതിപതന കോൺ ഉണ്ടായി ഈ ലൈനിൽ കൂടെ തന്നെ പ്രതിപതനം ചെയ്ത് പോകുമോ എന്ന് നമുക്ക് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നോക്കാം. ഈ കാണുന്നതാണ് പതനരശ്മി, ഇതാണ് പ്രതിപതന രശ്മി. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ പഠിച്ചതുപോലെ പതന കോണും പ്രതിപതന കോണും തുല്യമായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പ്രതിപതനത്തിന്റെ നിയമം പറയുന്നുണ്ട്. ഈ പതനരശ്മിയും പ്രതിപതനത്തിന്റെ രശ്മിയും അതുപോലെ ON എന്ന് പറഞ്ഞ് നമ്മൾ വരച്ച പതന ബിന്ദുവിൽ നിന്നും ദർപ്പണത്തിന് വരയ്ക്കുന്ന ലംബവും സ്ഥിതി ചെയ്യുന്നത് ഒരേ തലത്തിലായിരിക്കും. സോ അടുത്ത പോർഷൻ നോക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ഈ പാഠത്തിൽ തുടർച്ചയായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതും വളരെ എളുപ്പമുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ പലർക്കും പെട്ടെന്ന് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. മറ്റൊന്നുമല്ല, ഫീച്ചേഴ്സ് ഓഫ് ഇമേജ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകളാണ്. ഒരു പ്രത്യേകത, നമുക്ക് കിട്ടുന്ന ഇമേജ് റിയൽ ആയിരിക്കും, അതായത് യഥാർത്ഥ ഇമേജ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് വിർച്വൽ ആയിരിക്കും, അതായത് മിഥ്യയായ ഇമേജ് ആയിരിക്കും. മറ്റൊരു പ്രത്യേകത, നമുക്ക് കിട്ടുന്ന ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും, അതായത് തലകീഴായിട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് ഇറക്റ്റ് ആയിരിക്കും, അതായത് നിവർന്നിരിക്കും. ഇത് പലർക്കും തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണെന്നും ഇത് ഓർത്തിരിക്കാനുള്ള ഒരു ട്രിക്കും പഠിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പോർഷൻ നോക്കാം. ആദ്യം നമുക്ക് എന്താണ് റിയൽ ഇമേജ് അഥവാ യഥാർത്ഥ ഇമേജ് എന്ന് നോക്കാം. യഥാർത്ഥ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇമേജിനെ അഥവാ പ്രതിബിംബത്തെ ഒരു സ്ക്രീനിൽ കിട്ടണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മെഴുകുതിരി ഉണ്ട് ഒബ്ജക്റ്റായിട്ട്. ഞാൻ ഈ മെഴുകുതിരിയുടെ ഇമേജിനെ ഒരു സ്ക്രീനിൽ ഒരു മിറർ വെച്ച് ഒപ്പിക്കാൻ നോക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ മെഴുകുതിരിയുടെ ഇമേജ് ഒരു സ്ക്രീനിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു സ്ക്രീനിൽ കിട്ടുന്ന ഇമേജിനെയാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള ഇമേജ് എന്ന് വിളിക്കുന്നത്.
ഈ ഇമേജിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി നോക്കുക. മെഴുകുതിരിയുടെ നാളം തലകീഴായിട്ടാണ് എനിക്ക് സ്ക്രീനിൽ കിട്ടുന്നത്. സോ ഈ തലകീഴായിട്ട് കിട്ടുന്ന ഇമേജിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് ഇമേജ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ് റിയൽ ഇമേജ് എന്നാണ്. അതായത് ഒരു സ്ക്രീനിൽ കിട്ടുന്ന ഇമേജിനെയാണ് നമ്മൾ റിയൽ ഇമേജ് എന്ന് വിളിക്കുന്നത്. ഈ റിയൽ ഇമേജിൻ്റെ ഒരു പ്രത്യേകത കൂടി നമ്മൾ കണ്ടു. റിയൽ ഇമേജ് എല്ലായ്പ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. നമുക്കിവിടെ മെഴുകുതിരിയുടെ നാളം തലകീഴായിട്ടല്ലേ കിട്ടിയത്. സോ റിയൽ ഇമേജ് എപ്പോഴും തലകീഴായിട്ടായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അടുത്തായിട്ട് നമുക്ക് എന്താണ് വിർച്വൽ ഇമേജ് അല്ലെങ്കിൽ മിഥ്യ ഇമേജ് എന്ന് നോക്കാം. നമ്മുടെ സാധാരണ മുഖം നോക്കുന്ന പ്ലെയിൻ മിറർ അഥവാ സമതല ദർപ്പണം ആലോചിക്കുക. ഈ മിററിനുള്ളിൽ ഇമേജ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്നുണ്ട്. നമ്മളെല്ലാവരും മുഖം നോക്കുന്നതാണ് അല്ലേ. ഈ ഇമേജ് നമുക്കൊരു സ്ക്രീനിൽ എത്തിക്കാൻ പറ്റുമോ, പുറത്തുള്ളൊരു സ്ക്രീനിൽ ഈ ഇമേജ് എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് പറ്റത്തില്ല. സോ ഇങ്ങനെ സ്ക്രീനിൽ കിട്ടാത്ത ഇമേജുകളെയാണ് നമ്മൾ മിഥ്യ അല്ലെങ്കിൽ വിർച്വൽ ഇമേജ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ കണ്ണാടി തന്നെ ആലോചിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കുക. ഇവിടെ നമുക്ക് കിട്ടുന്ന ഇമേജ് തലകീഴായിട്ടല്ല കാണുന്നത്, നിവർന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും വിർച്വൽ ഇമേജുകൾ നിവർന്ന് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ ഇറക്റ്റ് ആയിട്ട് ഇരിക്കും. സോ ട്രിക്ക് ഇതാണ്. റിയൽ ഇമേജ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും, വിർച്വൽ ഇമേജ് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. റിയൽ ഇമേജിൻ്റെ കൂടെ എപ്പോഴും ഇൻവേർട്ടഡ് ആണെന്നും വിർച്വലിൻ്റെ കൂടെ എപ്പോഴും ഇറക്റ്റ് ആണ് വരുന്നതെന്നും എക്സാമിന് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വല്ലതും വരികയാണെങ്കിൽ ഓർത്തിരിക്കാൻ ഒരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. ഇൻവേർട്ടഡ് എന്ന് എഴുതുമ്പോൾ അത് തുടങ്ങുന്നത് ഐയിലാണ്, ഇറക്റ്റ് എന്ന് എഴുതുമ്പോൾ അത് തുടങ്ങുന്നത് ഇയിലാണ്. സോ ട്രിക്ക് ഇതാണ്. റിയൽ എന്ന് എഴുതുമ്പോൾ ഓൾറെഡി 6 കഴിഞ്ഞ് ഇ വരുന്നുള്ളത് കൊണ്ട് നമുക്കിനി ഇയിൽ തുടങ്ങാത്ത സാധനം വേണം റിയലിൻ്റെ കൂടെ എഴുതാൻ, അത് ഇൻവേർട്ടഡ് ആണ്. അതുപോലെ വിർച്വൽ എന്ന് എഴുതുമ്പോൾ ഓൾറെഡി വി കഴിഞ്ഞ് ഐ വരുന്നതിനാൽ ഇനി ഐയിൽ തുടങ്ങാതെ ഇയിൽ തുടങ്ങുന്ന ഇറക്റ്റ് വേണം വിർച്വലിൻ്റെ കൂടെ എഴുതാൻ. നമുക്ക് 2 തരത്തിലുള്ള ഗോളീയ ദർപ്പണങ്ങളെ പറ്റിയും പഠിക്കാനുണ്ട്. കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഉള്ളിലാണ് പ്രതിപതനം നടക്കുന്നതെങ്കിൽ ആ തരത്തിലുള്ള ദർപ്പണങ്ങളെയാണ് നമ്മൾ കോൺകേവ് ദർപ്പണങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് പ്രതിപതനം നടക്കുന്നതെന്ന് കാണിക്കാനാണ് പുറത്തുള്ള വശത്ത് നമ്മൾ ഈ വരയിട്ട് അവിടെ പ്രതിപതനം നടക്കില്ല എന്ന് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ പുറത്താണ് പ്രതിപതനം നടക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഈ പടം പോലെയാണെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്ത് വശത്താണ് പ്രതിപതനം നടക്കുന്നതെങ്കിൽ ഇതിൻ്റെ പുറത്താണ് പ്രതിപതനം നടക്കുന്നത് എന്ന് കാണിക്കാനാണ് നമ്മൾ അകത്ത് വരയിട്ട് അവിടെ പ്രതിപതനം നടക്കില്ല എന്ന് കാണിച്ചിരിക്കുന്നത്. ചിലർക്ക് ഈ കോൺകേവ് മിററും കോൺവെക്സ് മിററും തമ്മിൽ തിരിഞ്ഞു പോകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ബ്ലെൻഡർ ട്രിക്ക് പറയാം. ഓർക്കുക, ബ്ലെൻഡർ ട്രിക്കാണ്, അതായത് പറയാൻ പോകുന്ന മണ്ടത്തരമാണ്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകുന്നവർക്ക് ഞാൻ ഈ പറയുന്ന ട്രിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഈ ട്രിക്ക് ഉപയോഗിക്കാം. ഒരു ട്രിക്ക്, കോൺകേവ് എന്ന് എഴുതുമ്പോൾ അതിൽ കേവ് ഉണ്ട്. കേവ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് അർത്ഥം. നമുക്കെപ്പോഴും ഗുഹയ്ക്കുള്ളിൽ കയറാനാണ് താല്പര്യം. സോ കോൺകേവ് മിററിനകത്ത് ഗുഹ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഉള്ളിലായിരിക്കും റിഫ്ലക്ഷൻ നടക്കുന്നത്. ഇനി മറ്റൊരു ട്രിക്ക്, കോൺവെക്സ് എന്ന് എഴുതുമ്പോൾ അതിനകത്ത് എക്സ് ഉണ്ട്. എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഗേൾ ഫ്രണ്ടോ എക്സ് ബോയ് ഫ്രണ്ടോ ആലോചിക്കുക. എന്തായാലും പുറത്താക്കിയ ആളാണ് അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ പുറത്താക്കിയ ആളെന്നല്ലേ അർത്ഥം. സോ കോൺവെക്സ് മിററിനകത്തും പുറത്തായിരിക്കും റിഫ്ലക്ഷൻ നടക്കുന്നത്. സോ കേവ് എന്ന് പറഞ്ഞാൽ ഗുഹ, ഗുഹയ്ക്ക് ഉള്ളിൽ കയറാനാണ് നമുക്ക് ആഗ്രഹം. സോ ഉള്ളിൽ റിഫ്ലക്ഷൻ നടക്കും. അതുപോലെ എക്സ് എന്ന് പറഞ്ഞാൽ പുറത്താക്കിയ ആളെന്നാണ് അർത്ഥം. സോ പുറത്ത് റിഫ്ലക്ഷൻ നടക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ട്രിക്ക് ഓർത്തിരുന്നാൽ ഇത് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാതെ പഠിക്കാം. നമുക്ക് ഗോളീയ ദർപ്പണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാന പദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളുടെ ഈ ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഗോളത്തിന്റെ കേന്ദ്ര ബിന്ദുവിനെയാണ് നമ്മൾ വക്രതയുടെ കേന്ദ്രം അഥവാ വക്രതാ കേന്ദ്രം എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. അതിന്റെ ലെറ്റർ സി വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. വക്രതാ കേന്ദ്രത്തിൽ നിന്നും നമ്മളുടെ ദർപ്പണത്തിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ലൈൻ ചെന്ന് കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ പോൾ എന്ന് വിളിക്കുന്നത്. പി എന്ന ലെറ്റർ വെച്ചാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്. ഈ സിയിൽ നിന്നും പി വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ വക്രത ആരം എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. അതിന്റെ ലെറ്റർ ആർ ആണ്. ഈ ആറിന്റെ കാര്യം പറയാൻ കാരണം ചിലപ്പോൾ നമുക്ക് വക്രതാ കേന്ദ്രം എവിടെയാണെന്ന് പറയുന്നതിന് പകരം ക്വസ്റ്റ്യനകത്തൊക്കെ ആറിന്റെ വാല്യൂ തന്നിരിക്കും. അപ്പോൾ ആലോചിക്കുക, പോളിൽ നിന്നും ഈ സി വരെയുള്ള ദൂരമാണ് 6. ഇനി ഈ സിയിൽ നിന്നും പി വരെയുള്ള ദൂരത്തിന്റെ നേരെ പകുതിക്ക് വരുന്ന പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദൂരം അറിയാമെങ്കിൽ, അതായത് 6 അറിയാമെങ്കിൽ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എഫിന്റെ വാല്യൂ കിട്ടും. നമുക്ക് 4 പദങ്ങൾ കൂടി നോക്കാനുണ്ട്. ജസ്റ്റ് ഒരു വസ്തു വെച്ചപ്പോൾ കിട്ടിയ പ്രതിബിംബത്തിന്റെ പടമാണെന്ന് വെറുതെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോളിൽ നിന്നും വസ്തു വരെയുള്ള ദൂരത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ യു ആണ്. അതുപോലെ പോളിൽ നിന്നും പ്രതിബിംബം വരെയുള്ള ദൂരത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ വി ആണ്. ഇനി വസ്തുവിന്റെയും പ്രതിബിംബത്തിന്റെയും ഉയരം അഥവാ ഹൈറ്റ് കാണിക്കാൻ വേണ്ടി വസ്തുവിന്റെ ഉയരമാണെങ്കിൽ
എച്ചിന്റെ കൂടെ ഒബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഓയും കൂടെ ചേർത്ത് HO എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ പ്രതിബിംബത്തിന്റെ ഉയരമാണെങ്കിൽ ഹൈറ്റ് എന്നുള്ള എച്ചിന്റെ കൂടെ പ്രതിബിംബം അഥവാ ഇമേജിന്റെ I ചേർത്തിട്ട് HI എന്നാണ് വിളിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഗോളീയ ദർപ്പണങ്ങളിൽ പ്രകാശ ബീം പ്രതിപതനം ചെയ്യപ്പെടാം നോക്കാം. വസ്തുവിൽ നിന്നും പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി പ്രകാശ ബീം വന്ന് നമ്മുടെ ദർപ്പണത്തിൽ തട്ടുകയാണെങ്കിൽ അത് പ്രതിപതനം ചെയ്ത് ഫോക്കസ് വഴി തിരിച്ചു വരുന്നതായിരിക്കും. അതുപോലെ വസ്തുവിൽ നിന്നും ഫോക്കസ് വഴി ഒരു പ്രകാശ ബീം പോയി ദർപ്പണത്തിൽ തട്ടുകയാണെങ്കിൽ അത് പ്രതിപതനത്തിന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി തിരിച്ചു പോകുന്നതായിരിക്കും. അടുത്തത് വസ്തുവിൽ നിന്നും പോളിലേക്ക് ഡയറക്റ്റ് ഒരു പ്രകാശ ബീം പോയി തട്ടുകയാണെങ്കിൽ അത് പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കിയ അതേ ആംഗിൾ തിരിച്ച് പ്രകാശ ബീമും പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കി റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി വസ്തുവിൽ നിന്നും വക്രതാ കേന്ദ്രമായ C വഴി ഒരു പ്രകാശ ബീം ദർപ്പണത്തിൽ പോയി തട്ടുകയാണെങ്കിൽ ആ പ്രകാശ ബീം അതേ പാതയിലൂടെ പ്രതിപതനം ചെയ്ത് തിരിച്ചു വരുന്നതായിരിക്കും. നമുക്ക് പ്രതിബിംബം വരയ്ക്കാനായിട്ട് ഏതെങ്കിലും 2 പ്രകാശ ബീമെങ്കിലും പ്രതിപതനം ചെയ്ത് കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. അതിനുവേണ്ടി നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ കേസ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് കോൺകേവ് ദർപ്പണത്തിൻ്റെയും കോൺവെക്സ് ദർപ്പണത്തിൻ്റെയും പ്രതിബിംബ രൂപീകരണത്തെ പറ്റി നോക്കാം. ഓർക്കുക, കോൺകേവ് ദർപ്പണത്തിന് 6 കേസ് പഠിക്കാനുണ്ട്, കോൺവെക്സ് ദർപ്പണത്തിന് 1 കേസുമാണ് പഠിക്കാനുള്ളത്. ഇത് നമുക്ക് ചില ട്രിക്കുകൾ ഉൾപ്പെടെ വെച്ച് നോക്കാം. നമുക്ക് കോൺകേവ് ദർപ്പണത്തിന്റെ പ്രതിബിംബ രൂപീകരണത്തെ പറ്റി നോക്കാം. 6 കേസുകളാണ് കോൺകേവ് ദർപ്പണത്തിന്റെ പ്രതിബിംബ രൂപീകരണത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോഴേക്കും ഒരു ട്രിക്ക് കൂടി പിടികിട്ടും. ഇതൊരു കോൺകേവ് ദർപ്പണവും ഇതതിന്റെ പോളും ഇത് ഫോക്കസും ഇതതിന്റെ വക്രതാ കേന്ദ്രം അതായത് സെന്റർ ഓഫ് കർവേച്ചറും ആണെങ്കിൽ ഒന്നാമത്തെ കേസിൽ വസ്തു ദർപ്പണത്തിൽ നിന്നും വളരെ അകലെ അതായത് അനന്തതയിൽ വെക്കുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിൽ വസ്തു സിയുടെ അപ്പുറത്ത് വെക്കുന്നതായിട്ടും മൂന്നാമത്തെ കേസിൽ വസ്തു സിയിൽ വെക്കുന്നതായിട്ടും നാലാമത്തെ കേസിൽ വസ്തു സിയുടെയും എഫിന്റെയും ഇടയിൽ വെക്കുന്നതായിട്ടും അഞ്ചാമത്തെ കേസിൽ വസ്തു ഫോക്കസ് ആയ എഫിൽ വെക്കുന്നതായിട്ടും ആറാമത്തെ കേസിൽ വസ്തു എഫിന്റെയും പിയുടെയും ഇടയ്ക്ക് വെക്കുന്നതായിട്ടുമാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒന്നാമത്തെ കേസായിട്ട് വസ്തു വളരെ അകലെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. വസ്തു വളരെ അകലെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രകാശ ബീമിന്റെ പ്രത്യേകത അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും വരുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന പ്രകാശ ബീം ഫോക്കസിലൂടെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. സോ ഈ 2 ബീമും ഫോക്കസിൽ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിബിംബത്തിന്റെ സ്ഥാനം എഫിൽ അഥവാ ഫോക്കസിലായിരിക്കും. ഈ പ്രതിബിംബത്തിന്റെ മറ്റുള്ള സവിശേഷതകൾ നമുക്ക് പരീക്ഷണം കൂടി കണ്ടിട്ട് നോക്കാം. ഇവിടെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ ഫിഗറിലെ പോള്, ഫോക്കസ്, സെന്റർ ഓഫ് കർവേച്ചർ എന്നിവ നമ്മളിവിടെ PFC എന്ന ലെറ്റേഴ്സ് വെച്ച് കാണിച്ചിട്ടുണ്ട്. ഈ കോൺകേവ് മിറർ പോളിൽ ഫിക്സ് ചെയ്യാനായിട്ട് ഒരു മിറർ ഹോൾഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദൂരെയുള്ള വസ്തുവായിട്ട് സൂര്യനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഇമേജ് കിട്ടിയിരിക്കുന്നത് ഫോക്കസിലാണ്. ഇമേജിന്റെ പ്രത്യേകത കൂടി നോക്കുക. ഒരു സ്ക്രീനിൽ കിട്ടിയ ഇമേജ് ആയതുകൊണ്ട് തന്നെ ഇത് റിയൽ ഇമേജ് ആണ്. അതുപോലെ ഇമേജ് ഇൻവേർട്ടഡ് ആണ്, അതായത് നമുക്ക് കിട്ടുന്നത് തല തിരിഞ്ഞാണ്. ഇനി പ്രതിബിംബത്തിന്റെ വലുപ്പം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ ചെറുതായിട്ടാണ് പ്രതിബിംബം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ ചോദിച്ചാൽ ഇത് യഥാർത്ഥ പ്രതിബിംബമായിരുന്നു അഥവാ റിയൽ ഇമേജ് ആയിരുന്നു. പ്രതിബിംബം തലകീഴായിട്ടാണ് കിട്ടിയത് അഥവാ ഇൻവേർട്ടഡ് ആയിട്ടാണ് കിട്ടിയത്. അതുപോലെ പ്രതിബിംബത്തിന്റെ വലുപ്പം വളരെ ചെറുതായിരുന്നു. അതായത് നമുക്ക് ഈ പടം കണ്ടാലും അത് പറയാം ഒരു പോയിന്റിലാണ് പ്രതിബിംബം ഉണ്ടായിരിക്കുന്നത്. അത്ര കുഞ്ഞായിട്ടാണ് പ്രതിബിംബം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വളരെ ചെറിയ പ്രതിബിംബം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസിൽ നമ്മൾ വസ്തു സിക്ക് അപ്പുറത്തായിട്ടാണ് വെക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ പ്രകാശ ബീം രണ്ടും റിഫ്ലക്ഷന് ശേഷം കൂട്ടിമുട്ടുന്നത് സിയുടെയും എഫിന്റെയും ഇടയ്ക്കാണ്. സോ അവിടെയാണ് പ്രതിബിംബം ഉണ്ടാകുന്നത്. പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ ഇത് യഥാർത്ഥ പ്രതിബിംബമാണ്. അതുപോലെ ഇത് തലകീഴായിട്ടാണ് കിട്ടുന്നത്. ഇത് എങ്ങനെ യഥാർത്ഥ പ്രതിബിംബമാണെന്ന് ഒറ്റയടി കണ്ടുപിടിക്കുന്ന ഡൗട്ടുള്ളവർ ശ്രദ്ധിക്കുക. തലകീഴായിട്ടാണ് കിട്ടിയതെന്ന് അറിയാലോ. തലകീഴായിട്ട് കിട്ടുന്ന പ്രതിബിംബം എപ്പോഴും യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. നമ്മുടെ ട്രിക്ക് ഓർക്കുക. ഇനി പ്രതിബിംബത്തിന്റെ സൈസ് നോക്കിയാൽ വസ്തുവിന്റെ സൈസിനെക്കാട്ടിൽ ചെറുതായിട്ടാണ് നമുക്കിവിടെ പ്രതിബിംബം കിട്ടുന്നത്. ഇതിന്റെ പരീക്ഷണം നോക്കാം. ഈ കേസിൽ നമ്മുടെ വസ്തുവായ മെഴുകുതിരി ഞാൻ ബിയോണ്ട് സി അഥവാ സിക്ക് ഇപ്പുറത്തായിട്ടാണ് വെക്കുന്നത്. നമുക്കിതിന്റെ പ്രതിബിംബം എവിടെയാണ് കിട്ടുന്നത് നോക്കാം. എഫിൻ്റെയും സിയുടെയും ഇടയ്ക്കാണ് എനിക്ക് പ്രതിബിംബം കറക്റ്റായിട്ട് സ്ക്രീനിൽ കിട്ടുന്നത്. പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത നോക്കുക. സ്ക്രീനിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് റിയൽ ആയിരിക്കും അല്ലെങ്കിൽ യഥാർത്ഥതായിരിക്കും. അതുപോലെ തലക്കീഴായിട്ടാണ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആയിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. അതുപോലെ വസ്തുവിനേക്കാൾ ചെറിയ സൈസിലായിരിക്കും നമുക്ക് പ്രതിബിംബം കിട്ടുന്നത്. മൂന്നാമത്തെ കേസിൽ വസ്തു സിയിൽ വെക്കാനാണ് പറയുന്നത്. അതായത് സിയിൽ വെക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രകാശ ബീം റിഫ്ലക്റ്റ് ചെയ്ത് കൂട്ടിമുട്ടുന്ന പോയിന്റ് നോക്കിയാൽ അതും സിയിൽ തന്നെയാണെന്ന് നമുക്ക് കാണാം. സോ പ്രതിബിംബത്തിന്റെ സ്ഥാനം സിയിൽ തന്നെയാണ്. പ്രതിബിംബത്തിന്റെ പ്രത്യേകത നോക്കുക. ഇത് തലകീഴായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തലകീഴായ പ്രതിബിംബം എപ്പോഴും യഥാർത്ഥമായിരിക്കും. ഇനി വലുപ്പം നോക്കിയാൽ വസ്തുവിനും പ്രതിബിംബത്തിനും ഒരേ വലുപ്പമാണെന്ന് നമുക്ക് കാണാം. നമുക്കിതിന്റെ പരീക്ഷണം ഒന്ന് കണ്ടു നോക്കാം. ഈ കേസിൽ നമുക്ക് വസ്തു സിയിൽ വെച്ചിട്ട് പ്രതിബിംബം എവിടെയാണ് കിട്ടുന്നതെന്ന് നോക്കാം.
ഇമേജ് കിട്ടിയിരിക്കുന്നത് സിയിൽ തന്നെയാണ്. ഇമേജിന്റെ പ്രത്യേകതകൾ നോക്കിയാൽ ഇമേജ് ഒരു സ്ക്രീനിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് യഥാർത്ഥ ഇമേജ് അഥവാ റിയൽ ഇമേജ് ആണ്. അതുപോലെ ഇമേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത് തലക്കീഴായിട്ട് അഥവാ ഇൻവേർട്ടഡ് ആയിട്ട് ആണ്. ഇനി പ്രതിബിംബത്തിന്റെയും വസ്തുവിന്റെയും വലുപ്പം നോക്കിയാൽ രണ്ടും തുല്യമാണ്. നാലാമത്തെ കേസിൽ നമ്മൾ വസ്തു വെക്കുന്നത് സിക്കും എഫിനും ഇടയിലാണ്. അപ്പോൾ ഇവിടെ പ്രകാശ ബീം പ്രതിപതനത്തിന് ശേഷം കൂട്ടിമുട്ടുന്നത് സിക്ക് അപ്പുറത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രതിബിംബത്തിന്റെ സ്ഥാനം സിക്ക് അപ്പുറത്തായിട്ടാണ് കിട്ടുന്നത്. പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ നോക്കുക. ഇത് തലകീഴായിട്ടാണ് നമുക്ക് പ്രതിബിംബം കിട്ടിയിരിക്കുന്നത്. തലകീഴായ പ്രതിബിംബം യഥാർത്ഥമായിരിക്കും. അതുപോലെ സൈസ് നോക്കുക. നമുക്ക് ഒബ്ജക്റ്റിനേക്കാളും വലുതായിട്ടാണ് ഇവിടെ പ്രതിബിംബം കിട്ടിയിരിക്കുന്നത്. നമുക്കിത് പ്രാക്ടിക്കലി ഒന്ന് കണ്ടു നോക്കാം. സിയുടെയും എഫിന്റെയും ഇടയ്ക്കായിട്ടാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇമേജ് എവിടെയാണ് ഉണ്ടാവുന്നത് നോക്കാം. ഇവിടെ ക്ലിയർ ആണ്. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് പിന്നെയും കൊള്ളാതാവുന്നുണ്ട്. സോ ഈ ഭാഗത്ത് നമുക്ക് ഇവിടെയാണ് കറക്റ്റായിട്ട് ഇമേജ് കിട്ടുന്നത്. നമുക്ക് ഇമേജ് കിട്ടിയിരിക്കുന്നത് ബിയോണ്ട് സി, അതായത് സിക്ക് അപ്പുറത്തായിട്ടാണ്. ഇമേജിൻ്റെ പ്രത്യേകതകൾ ഒരു സ്ക്രീനിൽ കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു റിയൽ ഇമേജ് അഥവാ യഥാർത്ഥ ഇമേജ് ആണ്. അതുപോലെ നമുക്ക് ഇമേജ് കിട്ടിയിരിക്കുന്നത് തലക്കീഴായിട്ടാണ് അഥവാ ഇൻവേർട്ടഡ് ആയിട്ടാണ്. ഇനി വസ്തുവിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ പ്രതിബിംബത്തിന്റെ വലിപ്പം കൂടുതലാണ്. അഞ്ചാമത്തെ കേസിൽ വസ്തു എഫിൽ വെക്കാനാണ് പറയുന്നത്. അതായത് നമ്മൾ ഫോക്കസിൽ വസ്തു വെച്ചിട്ട് ഇവിടെ പ്രകാശ ബീം പ്രതിപതനത്തിന് ശേഷം സമാന്തരമായിട്ട് പൊക്കോണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഈ രണ്ട് ബീമും ഇൻഫിനിറ്റിയിൽ അഥവാ അനന്തതയിൽ ചെന്നിട്ട് കൂട്ടിമുട്ടുമെന്നാണ്. സോ ഇവിടെ പ്രതിബിംബത്തിന്റെ സ്ഥാനം അനന്തതയിലായിരിക്കും അഥവാ വളരെ അകലെ എന്നാണ് നമ്മൾ പറയുന്നത്. പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ നോക്കുക. ഇത് തലകീഴായിട്ടായിരിക്കും ഇവിടെ പ്രതിബിംബം ഉണ്ടാവുന്നത്. അതുപോലെ യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. ഇനി വലുപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രകാശബീം ദൂരോട്ട് പൊക്കോണ്ടിരിക്കുന്നതനുസരിച്ച് ഇവിടെ പ്രതിബിംബം വലുതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം വളരെ വലിയ ഒരു പ്രതിബിംബമായിരിക്കും ഇവിടെ ഉണ്ടാകേണ്ടത്. നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ ഒന്ന് കണ്ടു നോക്കാം. ഈ കേസിൽ ഞാൻ ഒബ്ജക്റ്റ് കറക്റ്റ് ഫോക്കസിൽ വെച്ചു. നമുക്ക് ഇമേജ് എവിടെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാം, ഞാൻ എത്ര സ്ക്രീൻ വെച്ച് നോക്കിയാലും എനിക്ക് ഇമേജ് കറക്റ്റായിട്ട് ഒരു സ്ക്രീനിൽ കിട്ടത്തില്ല. അതായത് ഇമേജ് ഇൻഫിനിറ്റിയിൽ ഉണ്ടാകുന്നതാണ് പറയുന്നത്. ഈ ഇമേജിൻ്റെ പ്രത്യേകത ഇതൊരു സ്ക്രീനിൽ ഉണ്ടാകുന്ന ടൈപ്പ് ഇമേജ് ആയതുകൊണ്ട് തന്നെ ഇത് റിയൽ അഥവാ യഥാർത്ഥ ഇമേജ് ആണ്. അതുപോലെ ഇമേജ് കിട്ടേണ്ടത് തലകീഴായിട്ട് അഥവാ ഇൻവേർട്ടഡ് ആയിട്ടാണ്. പ്രതിബിംബത്തിന്റെ വലുപ്പം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ വലിയ പ്രതിബിംബമാണ് ഉണ്ടാകുന്നത്. ആറാമത്തെ കേസിൽ വസ്തു എഫിനും പിക്കും ഇടയ്ക്ക് വെക്കാനാണ് പറയുന്നത്. അതായത് എഫിന്റെയും പിയുടെയും ഇടയ്ക്ക് വസ്തു വെക്കണം. ഇവിടെ പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം രണ്ടും രണ്ട് വഴിക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കാരണവശാലും ഇത് ഈ സൈഡിൽ എവിടെയും പോയി കൂട്ടിമുട്ടത്തില്ല. പ്രതിപതനം ചെയ്ത പ്രകാശരശ്മികൾ പിറകിലേക്ക് കൂട്ടിമുട്ടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രതിബിംബം ഉണ്ടായതായിട്ട് കാണാം. സോ പ്രതിബിംബം ഉണ്ടായിരിക്കുന്ന സ്ഥാനം ദർപ്പണത്തിന് പിന്നിലാണ്. പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ നോക്കുക. നിവർന്നിരിക്കുന്ന പ്രതിബിംബമാണ്. അതുപോലെ മിഥ്യയായ പ്രതിബിംബമാണ്. ഇനി വലുപ്പം നോക്കിയാൽ നമുക്ക് കാണാം പ്രതിബിംബം വലുതായിട്ടാണ് നമുക്ക് കാണുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ കണ്ടു നോക്കാം. ഈ കേസിൽ നമ്മൾ ഫോക്കസിന്റെയും പോളിന്റെയും ഇടയ്ക്കാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇമേജ് കിട്ടത്തില്ല. പകരം നമ്മൾ ഈ മിററിന് ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇമേജ് അവിടെ ഉണ്ടായതായിട്ട് കാണാം. ഇവിടെ ഇമേജ് ഉണ്ടായിരിക്കുന്നത് ബിഹൈൻഡ് ദ മിറർ ആണ് അഥവാ ഈ ദർപ്പണത്തിന്റെ പിന്നിലാണ്. ഇമേജിന്റെ പ്രത്യേകതകൾ സ്ക്രീനിൽ കിട്ടാത്ത ഇമേജ് ആയതുകൊണ്ട് തന്നെ ഇത് മിഥ്യ ആയ ഇമേജ് ആണ് അഥവാ വിർച്വൽ ഇമേജ് ആണ്. ഇമേജ് നോക്കുക, അത് തലകീഴായിട്ടല്ല ഇരിക്കുന്നത്, നിവർന്ന അഥവാ ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അതുപോലെ പ്രതിബിംബത്തിന്റെ വലുപ്പം നോക്കുക, വസ്തുവിനെക്കാട്ടിൽ വലിയ പ്രതിബിംബമാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത്. അടുത്തായിട്ട് നമ്മൾ കോൺവെക്സ് ദർപ്പണത്തിന്റെ പ്രതിബിംബ രൂപീകരണമാണ് നോക്കാൻ പോകുന്നത്. കോൺവെക്സ് ദർപ്പണത്തിന്റെ മുൻപിൽ ഒരു വസ്തു വെച്ചിട്ട് അവിടെ പ്രതിപതന രശ്മികൾ എവിടെയാണ് കൂട്ടിമുട്ടുന്നത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും രണ്ട് വഴിക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. സോ ഇതിന് ഈ സൈഡിൽ പ്രതിബിംബം രൂപീകരിക്കപ്പെടത്തില്ല. സോ നമ്മൾ ഇത് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയായിട്ട് പ്രതിബിംബം ഉണ്ടാകുന്നതായിട്ട് കാണാം. പ്രതിബിംബം ഉണ്ടായിരിക്കുന്നത് എഫിനും പിയുടെയും ഇടയിലായിട്ടാണ്. പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ നോക്കുക. ഇത് നിവർന്നിരിക്കുന്ന പ്രതിബിംബമാണ്. അതുപോലെ തന്നെ നിവർന്ന പ്രതിബിംബം മിഥ്യയായി. ഇനി വലുപ്പം നോക്കി നമുക്ക് കാണാം ചെറുതായിട്ടാണ് നമുക്ക് പ്രതിബിംബം കിട്ടിയിരിക്കുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ കണ്ടു നോക്കാം. കോൺവെക്സ് ദർപ്പണത്തിൽ നമുക്കൊരു സ്ക്രീനിൽ പ്രതിബിംബം രൂപീകരിക്കപ്പെടാതെ ദർപ്പണത്തിന് പിന്നിൽ പ്രതിബിംബം ഉണ്ടായതായിട്ട് തോന്നുന്നതിനാൽ ഇത് മിഥ്യയാണ് അഥവാ വിർച്വൽ ഇമേജ് ആണ്. പ്രതിബിംബത്തിന്റെ പ്രത്യേകത കൂടി നോക്കുക. ഇത് നിവർന്നാണ് ഇരിക്കുന്നത് അഥവാ ഇറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പ്രതിബിംബത്തിന്റെ വലുപ്പം നോക്കിയാൽ നമുക്ക് കാണാം വസ്തുവിനെക്കാട്ടിൽ ചെറുതായിട്ടാണ് നമുക്കിവിടെ പ്രതിബിംബം കിട്ടുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കുമെന്ന് സംശയമുള്ളവർക്ക് ട്രിക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. നമ്മൾ കോൺകേവ് മിററിന് 6 കേസാണ് പഠിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ട്രിക്കിന് നമ്മൾ ആദ്യത്തെ 5 കേസുകൾ മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ 5 കേസ് ഇവിടെ എഴുതി വെച്ചു. ഒന്നാമത്തെ കേസ് വളരെ അകലെ, രണ്ടാമത്തെ കേസ് സിക്കപ്പുറം, മൂന്നാമത്തെ കേസ് സിയിൽ, നാലാമത്തെ കേസ് സിക്കും എഫിന്റെയും ഇടയിൽ, അഞ്ചാമത്തെ കേസ് എഫിൽ. ഇനി ഈ ഓരോ കേസിലും എവിടെയാണ് പ്രതിബിംബം ഉണ്ടാവുന്ന അറിയാൻ വേണ്ടി ജസ്റ്റ് 5, 4, 3, 2, 1 എന്ന് എഴുതി വെച്ചാൽ മതി. ഞാൻ ഈ 5, 4, 3, 2, 1
1 ഏതാണെന്നോട് എഴുതി. ഇനി വേണം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോ. വളരെ അകലെ നമ്മൾ വസ്തു വെച്ചപ്പോൾ എഫിലാണ് നമുക്ക് പ്രതിബിംബം കിട്ടിയത്. സിക്ക് അപ്പുറം നമ്മൾ വസ്തു വെച്ചപ്പോൾ സിക്കും എഫിനും ഇടയിലാണ് നമുക്ക് പ്രതിബിംബം കിട്ടിയത്. സിയിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ സിയിൽ തന്നെയാണ് നമുക്ക് പ്രതിബിംബം കിട്ടിയത്. സിക്കും എഫിനും ഇടയിൽ നമ്മൾ വസ്തു വെച്ചപ്പോൾ നമുക്ക് സിക്ക് അപ്പുറത്താണ് പ്രതിബിംബം കിട്ടിയത്. എഫിൽ നമ്മൾ വസ്തു വെച്ചപ്പോൾ വളരെ അകലെയായിട്ടാണ് നമുക്ക് പ്രതിബിംബം കിട്ടിയത്. ഇനി ഇതിന്റെ സൈസ് ഓർത്തിരിക്കുക. വളരെ ചെറുത് ഒരേ വലുപ്പം, വലുത് വളരെ വലുത്. ഈ ഒരു പാറ്റേണിൽ അത് ഓർത്തിരിക്കുക. ഇനി ഈ പ്രതിബിംബത്തിന് മറ്റൊരു പ്രത്യേകത, ഈ 5 കേസിലും പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും ആയിരിക്കും. സോ കോൺകേവ് മിററിന്റെ ആദ്യത്തെ 5 കേസ് പഠിക്കാനായിട്ട് ഈ ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് സമതല ദർപ്പണത്തിന്റെയും കോൺകേവ് ദർപ്പണത്തിന്റെ 6ാമത്തെ കേസിലെയും അതുപോലെ കോൺവെക്സ് ദർപ്പണത്തിന്റെയും പ്രതിബിംബങ്ങൾ തമ്മിലുള്ള ഒരു ചെറിയ ട്രിക്ക് കൂടി നോക്കാം. പ്ലെയിൻ മിററിൽ ഇമേജ് സെയിം സൈസിലായിരിക്കും ഉണ്ടാകുന്നത്. കോൺകേവ് മിററിന്റെ 6ാമത്തെ കേസിൽ എൻലാർജ്ഡ് ഇമേജ് അഥവാ വലിയ ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. കോൺവെക്സ് മിററിന്റെ കേസിൽ ചെറിയ ഇമേജ് അഥവാ ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ 3 കേസിലും ഉണ്ടാകുന്ന ഇമേജ് വിർച്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇറക്റ്റും ആയിരിക്കും. ഈ 3 കേസിലും ദർപ്പണത്തിന്റെ പിന്നിലാണ് പ്രതിബിംബം ഉണ്ടാകുന്നത്. കോൺവെക്സ് ദർപ്പണത്തിന്റെ കേസിൽ ദർപ്പണത്തിന്റെ പിന്നിൽ എന്നതിനോടൊപ്പം എഫിന്റെയും പിയുടെയും ഇടയ്ക്കാണ് പ്രതിബിംബം ഉണ്ടാകുന്നത് എന്നുകൂടി പറയണം. അടുത്തായിട്ട് നമ്മൾ എന്താണ് ദർപ്പണ സമവാക്യം എന്നാണ് നോക്കുന്നത്. വസ്തുവിലേക്കുള്ള ദൂരം യുവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം വിയും ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എഫും ആണെങ്കിൽ ഇവയെ 3നെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് 1/f = 1/u + 1/v. ഈ ഇക്വേഷനെയാണ് നമ്മൾ ദർപ്പണ സമവാക്യം എന്ന് വിളിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇതിനകത്ത് ഏതെങ്കിലും 2 വാല്യൂ കയ്യിലുണ്ടെങ്കിൽ 3ാമത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും പലർക്കും ഈ ഫ്രാക്ഷൻ ഉള്ള കണക്ക് ചെയ്യാൻ പാടായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് 3 രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് f = uv/u + v, 2 u = vf/v - f, 3 v = uf/u - f. ഈ 3 ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് കണക്ക് വല്ലതും വരികയാണെങ്കിൽ ഡയറക്റ്റ് ഇതിനകത്തേക്ക് വാല്യൂ ഇട്ടിട്ട് നമുക്ക് എഫ് വേണ്ടപ്പോൾ ഈ ഇക്വേഷനോ, യു വേണ്ടപ്പോൾ ഈ ഇക്വേഷനോ, വി വേണ്ടപ്പോൾ ഈ ഇക്വേഷനോ ഉപയോഗിച്ച് ഉത്തരം കണ്ടുപിടിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഈ പോർഷനിൽ ഒരു എക്സ്പെരിമെന്റ് കാണിച്ചിട്ടുണ്ട്. ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന വീഡിയോ ചാനലിൽ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിന്നെടുക്കാം, അല്ലെങ്കിൽ ചാനലിൽ ഡയറക്റ്റ് കയറി നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി അഥവാ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്നാണ്. നമ്മൾ ദർപ്പണങ്ങളെയും ലെൻസുകളെയും പറ്റി പഠിക്കുമ്പോൾ ദൂരം അളക്കുവാനായിട്ട് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതിന് സമാനമായ രീതിയാണ് ഉപയോഗിക്കുന്നത്. അത് എന്തൊക്കെയാണെന്നാണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ പോയിന്റ്, നമ്മുടെ ദർപ്പണത്തിൻ്റെ പോൾ നമ്മുടെ ഗ്രാഫിൻ്റെ ഒറിജിനായ O അഥവാ മൂലബിന്ദുവായ O ആയിട്ട് കണക്കാക്കിയാണ് നമ്മൾ ദൂരങ്ങൾ അളക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് പറയുന്നത്, ഈ Oയിൽ നിന്നും നമ്മൾ വലത്തേക്ക് അളക്കുന്ന എല്ലാ ദൂരവും പോസിറ്റീവായിട്ടായിരിക്കും എടുക്കുന്നത്. അതുപോലെ നമ്മൾ ഈ Oയിൽ നിന്നും ഇടത്തേക്ക് അളക്കുന്ന എല്ലാ ദൂരങ്ങളും നെഗറ്റീവായിട്ടായിരിക്കും കണക്കാക്കുന്നത്. അടുത്ത പോയിന്റിൽ പറയുന്നത്, ഈ എക്സ് ആക്സിസ് അഥവാ ഈ എക്സ് എന്നുള്ള അക്ഷത്തിന് മുകളിലേക്ക് നമ്മൾ അളക്കുന്ന എല്ലാ ഉയരവും നമ്മൾ പോസിറ്റീവായിട്ടായിരിക്കും എടുക്കുന്നത്. അതുപോലെ ഈ എക്സ് ആക്സിസ് അഥവാ എക്സ് എന്ന് പറയുന്ന അക്ഷത്തിന് താഴേക്ക് അളക്കുന്ന എല്ലാ ഉയരവും നെഗറ്റീവായിട്ടായിരിക്കും എടുക്കുന്നത്. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എപ്പോഴും പതനരശ്മി ഇടത്തു നിന്നും വലത്തേക്ക് പോകുന്ന രീതിയിൽ വേണം നമ്മൾ പരിഗണിക്കാനെന്നാണ്. അതായത് ഇൻസിഡന്റ് റേ എപ്പോഴും ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന രീതിയിൽ വേണം നമ്മൾ കൺസിഡർ ചെയ്യാനെന്ന്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ആവർത്തനം എന്നാണ്. എം വെച്ചാണ് നമ്മൾ ആവർത്തനത്തെ സൂചിപ്പിക്കുന്നത്. എം = hi/ho. അതായത് പ്രതിബിംബത്തിന്റെ വലുപ്പമായ hi-യെ വസ്തുവിന്റെ വലുപ്പമായ ho കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ആവർത്തനം m. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് hi/ho എന്നുള്ള ഇക്വേഷൻ കൂട്ട് തന്നെ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്, m = -v/u. ഈ ഇക്വേഷൻ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആണ്. നമുക്ക് m = hi/ho എന്നുള്ളത് -v/u-ന് എങ്ങനെ തുല്യമായെന്ന് ഗണിതപരമായി ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ കോൺകേവ് മിററിന്റെ ഒരു ഇമേജ് ഫോർമേഷൻ വരച്ചു. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ OBPയും ട്രയാങ്കിൾ IMPയും സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് കാണാം. കാരണം ഈ ട്രയാങ്കിളിലെ ഇത് 90 ഡിഗ്രിയാണ്, ഈ ട്രയാങ്കിളിലെ ഇത് 90 ഡിഗ്രിയാണ്. ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും സെയിം ആണ്. സോ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണെന്ന് പറയാം. അതായത് IM/OB = IP/OP. ഇവിടെ IM എന്നുള്ളത് ഹൈറ്റ് ഓഫ് ഇമേജ് ആയ HI ആണ്. OB എന്നുള്ളത് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആയ HO ആണ്. IP എന്നുള്ളത് ഇമേജിന്റെ ഡിസ്റ്റൻസ് ആയ V ആണ്. OP എന്നുള്ളത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയ U ആണ്. സോ ഇതെടുത്ത് നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് hi/ho =
v/u എന്ന് കിട്ടും. കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും സൈൻ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വെച്ച് കണ്ടുപിടിക്കണം. സോ hi എന്നുള്ള ഇമേജിന്റെ ഡിസ്റ്റൻസ് ആക്സിസിന് താഴോട്ട് അളക്കുന്നതിനാൽ hi നെഗറ്റീവ് ആണ്. ho എന്നുള്ള ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് നമ്മൾ ആക്സിസിന് മുകളിലോട്ട് അളക്കുന്നതിനാൽ ho പോസിറ്റീവ് ആണ്. ഇനി v എന്നുള്ള ഇമേജ് ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്നും ലെഫ്റ്റിലേക്ക് അളക്കുന്നതിനാൽ അത് നെഗറ്റീവ് ആണ്. u എന്നുള്ള ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അളക്കുന്നതിനാൽ അതും നെഗറ്റീവ് ആണ്. സോ ഈ സൈൻ ഇട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ ഈ മൈനസും തമ്മിൽ ക്യാൻസൽ ആവും. സോ -hi/ho ഈസ് ഈക്വൽ ടു v/u എന്ന് കിട്ടും. നമുക്ക് -hi/ho എന്താണെന്ന് അറിയില്ല, പക്ഷെ hi/ho m ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ നിന്ന് മൈനസ് കളയാൻ വേണ്ടി ഞാൻ ഈ മൈനസിനെ അപ്പുറത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് എനിക്ക് hi/ho ഈസ് ഈക്വൽ ടു -v/u എന്ന് കിട്ടും. നമുക്കറിയാം hi/ho m ആണ്. സോ m ഈസ് ഈക്വൽ ടു hi/ho ഈസ് ഈക്വൽ ടു -v/u എന്ന് നമുക്ക് കിട്ടും. ഒരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് മാഗ്നിഫിക്കേഷൻ m ഈസ് ഈക്വൽ ടു hi/ho ഈസ് ഈക്വൽ ടു -v/u എന്ന് പഠിക്കേണ്ടതാണ്. അപ്പോൾ അഥവാ ഇത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റേഷ്യോ എഴുതാൻ പാടാണെങ്കിൽ ഒരു ട്രിക്ക് പറയാം. നമുക്ക് എന്തായാലും hi/ho ഈസ് ഈക്വൽ v/u എന്നറിയാലോ. സോ hiക്ക് തുല്യമായ വാക്കാണ് ഈ im, hoക്ക് തുല്യമായ വാക്കാണ് ഈ ob, vക്ക് തുല്യമായ വാക്കാണ് ഈ ip, uന് തുല്യമായ വാക്കാണ് op. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ പടത്തിൽ നിന്നും ഈ വാല്യൂസ് കണ്ടുപിടിച്ച് ഈ റേഷ്യോ എഴുതിയാൽ മതി. എമ്മിന്റെ വാല്യൂവിൽ നിന്ന് തന്നെ നമുക്ക് പ്രതിബിംബത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ കണ്ടുപിടിക്കാം. ഉദാഹരണത്തിന് m1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രതിബിംബത്തിനും വസ്തുവിനും ഒരേ വലുപ്പമാണുള്ളതെന്നാണ്. അങ്ങനെയാണെങ്കിൽ m1നേക്കാൾ വലുതാണെങ്കിൽ അതിന്റെ അർത്ഥം പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതാണെന്നും m1നേക്കാൾ ചെറുതാണെങ്കിൽ അതിന്റെ അർത്ഥം പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതാണെന്നുമാണ്. ഇനി m പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾക്ക് കിട്ടിയ പ്രതിബിംബം മിഥ്യയും നിവർന്നതുമായിരിക്കും. അതുപോലെ m നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് കിട്ടിയ പ്രതിബിംബം യഥാർത്ഥവും തലതിരിഞ്ഞതുമാണെന്നാണ്. ഈ നെഗറ്റീവും പോസിറ്റീവും ഓർത്തിരിക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. m നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് തലതിരിഞ്ഞ ഇമേജ് ആയിരിക്കും. സോ തലതിരിഞ്ഞ ഇമേജ് യഥാർത്ഥ ഇമേജ് ആണ്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് വരുന്നത് വിർച്വൽ ഇറക്റ്റ് ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ച പ്രതിപതനത്തിന്റെ കേസുകൾ നമ്മൾ എവിടൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ്. നമ്മൾ സമതല ദർപ്പണം, കോൺകേവ് ദർപ്പണത്തിന്റെ 6ാമത്തെ കേസ്, കോൺവെക്സ് ദർപ്പണം എന്നിവ ഒരുമിച്ചാണ് ട്രിക്ക് പഠിച്ചത്. ഇതിൽ മൂന്നിലും പ്രതിബിംബം ഉണ്ടാകുന്നത് ദർപ്പണത്തിന്റെ പിന്നിലാണ്. അതുപോലെ നിവർന്ന പ്രതിബിംബമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരേ വലിപ്പത്തിൽ പ്രതിബിംബം കിട്ടുന്നതുകൊണ്ട് തന്നെ സമതല ദർപ്പണം നമ്മൾ മുഖം നോക്കാനാണ് ഉപയോഗിക്കുന്നത്. കോൺകേവ് ദർപ്പണത്തിന്റെ 6ാമത്തെ കേസിൽ നമുക്ക് വലിയ പ്രതിബിംബം കിട്ടുന്നതുകൊണ്ട് തന്നെ ഷേവ് ചെയ്യുമ്പോഴും മറ്റും നല്ല ക്ലിയർ ആയിട്ട് കണ്ട് ഷേവ് ചെയ്യാനും അതുപോലെ ദന്ത ഡോക്ടർമാർക്ക് പല്ല് ചെക്ക് ചെയ്യുമ്പോൾ പല്ല് വലുതായിട്ട് കാണുവാനുമാണ് ഈ കേസ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോൺവെക്സ് ദർപ്പണത്തിൽ ചെറുതായിട്ടാണ് പ്രതിബിംബം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വലിയ സ്ഥലം ഒരുമിച്ച് നമുക്ക് ഈ ഒരു ദർപ്പണത്തിനുള്ളിൽ കാണാൻ പറ്റും. അതിനാൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് ആണ്. കോൺകേവ് ദർപ്പണത്തിന്റെ 1ാമത്തെ കേസിൽ നമ്മൾ കണ്ടത് വളരെ അകലെ നിന്നുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ്. ഇത് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം സോളാർ ഫർണസ് ആണ്. ഇനി 5ാമത്തെ കേസിൽ നമ്മൾ ഫോക്കസിൽ ഒരു വസ്തു വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളെ പാരലായിട്ട് വളരെ അകലേക്ക് അയക്കും എന്നാണ് കണ്ടത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ടോർച്ചിനകത്തൊക്കെയുള്ള ബൾബ് നമ്മൾ വെക്കുന്നത് ഒരു കോൺകേവ് മിററിന്റെ ഫോക്കസിൽ വരുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ബൾബിൽ നിന്ന് വരുന്ന വെട്ടം കോൺകേവ് മിറർ പ്രതിപതനം ചെയ്ത് സമാന്തരമായി ദൂരേക്ക് അയക്കും. സോ നമ്മൾ ഉപയോഗിക്കുന്നത് സെർച്ച് ലൈറ്റിലും വണ്ടിയുടെ ഹെഡ് ലൈറ്റിലും മറ്റുമാണ്. ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിലെ മുഴുവൻ പോർഷനും ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയും അല്ലാതെയും ഡീറ്റെയിൽ ആയി നോക്കുന്ന വീഡിയോയും 10 മിനിറ്റിൽ റിവൈസ് ചെയ്യുന്ന വീഡിയോയും മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ചാപ്റ്ററിലെ മുഴുവൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയും ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയും എക്സ്പെരിമെന്റുകളുടെ വീഡിയോയും മറ്റ് റിലേറ്റഡ് വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.